രാവിലെ ബൂത്തുകൾ പോയോ എവിടെയെങ്കിലും? ഇല്ലില്ല, ഞാൻ വോട്ട് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ഇപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ എല്ലാ ബൂത്തുകളും സന്ദർശിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഇത്തവണയും കഴക്കൂട്ടത്തൊരു ശക്തമായ ത്രികോണ പോരാണ്. പ്രത്യേകതകളുള്ള പല വിവാദങ്ങളും ഒക്കെ വന്നുപോയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലമാണ് കഴിഞ്ഞത്. ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ടുള്ള പരിശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇടതുപക്ഷ മുന്നണിയുടെ വിജയത്തെ ബാധിക്കുന്ന ഒന്നല്ല. തുടക്കം മുതലുള്ള ആത്മവിശ്വാസം അത് വർദ്ധമാനമായ തോതിൽ ഉയർന്നതാണ്. ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യമായത്, ഞാൻ 3-4 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് നിശ്ചയമായിട്ടും അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ അഭിമാനകരമായിട്ടുള്ളൊരു വിജയം ഇവിടെ ഉണ്ടാവും. അപവാദ പ്രചരണങ്ങളെയും അന്യായമായ കടന്നാക്രമണങ്ങളെയും മനസ്സാക്ഷിയില്ലാത്ത തരത്തിൽ ചില പ്രശ്നങ്ങളെ അനാവശ്യമായിട്ട് സൃഷ്ടിച്ച് ഉണ്ടാക്കിയ വിവാദങ്ങളെയെല്ലാം മറികടന്ന് ജനങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല. ഞാൻ ഈ നാട്ടുകാരനാണ്, ഇവിടെ ജനിച്ച് ഈ നാട്ടിൽ വളർന്ന് അവരോടൊപ്പം ജീവിച്ചെടുത്തനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഞാനിപ്പോൾ ഏറ്റവും അവസാനം ഉയർന്ന പോറ്റിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഞാൻ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്കും അത് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് അദ്ദേഹം ഈ തിടപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്തത്, അതിൻ്റെ പിന്നിൽ എന്താണ് അദ്ദേഹത്തെ അതിലേക്ക് നയിച്ചതെന്നുള്ള കാര്യം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ കുടുംബാംഗങ്ങളെ അന്വേഷണ പരിധിയിൽപ്പെടുത്തണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ അതിനകത്ത് പെടുത്തണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തെളിയേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇന്നലെ DGPക്ക് എൻ്റെ നിർദ്ദേശം അത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വീണ്ടും അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും. അത് തന്നെ. അതെ അത് അതിനെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ കൂടുതൽ ഞാൻ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. അത് അന്വേഷണം നടക്കട്ടെ. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരുമ്പോൾ കുടുംബവും ഇതിനകത്ത് പെടും. അവരും പറയട്ടെ കാര്യം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജനം സൃഷ്ടിച്ചതായിട്ടുള്ള ഒരു നാടകമാണ്. അതിനനുസരിച്ച് ജനം അതിനു വേണ്ടിയിട്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്, ഈ മുല്ലൂർ പ്രദേശം തിരിച്ചറിയുന്നുണ്ട്, ഈ കടകംപള്ളി പ്രദേശം തിരിച്ചറിയുന്നുണ്ട്. കടകംപള്ളിയിലെ വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, മുല്ലൂർ പ്രദേശത്ത് വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ പ്രത്യേകം സെറ്റിട്ട്, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകം സെറ്റിട്ട് അവിടെ അല്ലാതെ മുല്ലൂർ ക്ഷേത്ര പരിസരത്തായിരുന്നില്ല ഇവരുടെ സെറ്റ് വേറെ ഏതോ പരിസരമായിരുന്നു. മുല്ലൂരിലെ പൂജാരി ആയിരുന്നില്ല അതിനുവേണ്ടി സംസാരിച്ചത്. ഒരിക്കലും ആ മുല്ലൂർ ക്ഷേത്രത്തിൽ വരാത്തൊരു പൂജാരിയായിരുന്നു. അതായത് മുല്ലൂരിലെ പൂജാരിയല്ല അവിടെ സംസാരിച്ചത്, വേറെ ഏതൊരു പൂജാരി കൊണ്ട്. ആ പൂജാരി എല്ലാം അന്വേഷണത്തിനകത്ത് വരും. ആ സെറ്റ് എവിടെയാണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ എങ്ങനെ ആരായിരുന്നു പ്രധാന എതിരാളിയായിട്ട് തോന്നി? പ്രധാന എതിരാളി നിശ്ചയമായിട്ടും BJP തന്നെയായിരുന്നു പ്രധാന എതിരാളി. ഞാൻ പറയാം, ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, സത്യത്തിൽ 12 സീറ്റ് കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട ആ നിലയിൽ. അതെ, 14 സീറ്റ് കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട. കഴിഞ്ഞ പ്രാവശ്യം 13 സീറ്റ് കിട്ടിയിരുന്നുള്ളൂ. ഇപ്രാവശ്യം കോവളം കൂടെ കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട. കാരണം എല്ലായിടത്തും വൻ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. വികസന പ്രവർത്തനങ്ങളോടൊപ്പമാണ് ജനങ്ങൾ, അല്ലാതെ വിവാദങ്ങളോടല്ല. ജനങ്ങളത് തുറന്നു പറയുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കുന്നതല്ലേ. എല്ലാ 14 മണ്ഡലങ്ങളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ രാത്രി ഒരുമിച്ചിരുന്ന് ആലോചിക്കാറുണ്ട്. ഒരുമിച്ചിരുന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓൺലൈനായിട്ടും ഒക്കെ തന്നെ പരസ്പരം ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. 14 മണ്ഡലങ്ങളും ജയിക്കും. സത്യമായിട്ടും അതാ വരുന്നത്. കാരണം ഒരു സ്ഥലത്തും ഒരു MLA-ക്കെതിരെയായിട്ടും ഒരു തരത്തിലുള്ള ആക്ഷേപമില്ല. റോഡ് ചെയ്തില്ലെന്നുള്ള ആക്ഷേപമില്ല, സ്കൂൾ ചെയ്തില്ലെന്നുള്ള ആക്ഷേപമില്ല, പിന്നെ ആശുപത്രി നന്നാക്കിയില്ല, അവിടെ പുതിയ കെട്ടിടം വന്നില്ലെന്നുള്ള ആക്ഷേപമില്ല. ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ഒരു നിയമസഭാ സാമാജികനെതിരെ ആരും ഉന്നയിക്കുന്നില്ല. ചില ആളുകൾ ഉന്നയിക്കുന്നത് ഇത് വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമേ നടന്നു. അതൊന്നും ജനങ്ങൾക്ക് ഒരു കാര്യമല്ല. എല്ലാവരും ജയിക്കും, യാതൊരു സംശയമില്ല, എല്ലാവരും ജയിക്കും. അങ്ങ് വർക്കല മുതൽ പാറശാല വരെ. പാറശാലയെല്ലാം വോട്ടെണ്ണുമ്പോഴത്തേക്ക് BJPയുടെ കണ്ണ് തള്ളിപ്പോകും. പാറശാല വോട്ടെണ്ണുമ്പോഴത്തേക്ക് അതാ വരാൻ വേണ്ടി പോകുന്നത്.